ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണത് എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഇപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന എഫിൻ്റെ ഡൊമെയിനിലെ ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം. അതാണ് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ. ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക? അതാണ് നമ്മൾ അടുത്തത് ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ റിയൽ ഫംഗ്ഷൻ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദ ഡൊമെയിൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കുറച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് എക്സാമ്പിളുകൾ പറയാം. ഒന്ന് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നോക്കിയുള്ളൂ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമ്മളിപ്പോൾ തന്നെ ചെക്ക് ചെയ്തേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വെച്ച് നമുക്ക് ആലോചിക്കാം. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരിക. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് ദേ ഇങ്ങനെയാണ് പോവുക. കണ്ട, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പേന എടുക്കാണ്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് ഇതിൻ്റെ ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ കെ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് കെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് പോവുക എക്സ് ആക്സിസിന് പാരലലായിട്ട്. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് പേന എടുക്കാതെ തന്നെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾസോ കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ്. അപ്പോൾ ഇതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. പിന്നെ പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, അങ്ങനെയുള്ള, അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 2, അതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 1, അങ്ങനെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് വെക്കി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എപ്പോഴും പാരാബോളയുടെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ എക്സ് ക്യൂബൊക്കെ ആണെങ്കിൽ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പ് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോവുക. ഓക്കെ, അപ്പോൾ അതും പേന എടുക്കാതെ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ ഈ പറഞ്ഞ പോലെ എല്ലാ പോളിനോമിയൽ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണ്. പിന്നെയുള്ളത് അടുത്തത് നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വി ഷേപ്പ്. അപ്പോൾ മോഡുലസ് ഫംഗ്ഷനെ നമുക്ക് പേന എടുക്കാതെ തന്നെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് എക്സാമ്പിളുകളാണ്. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ് കേട്ടോ. സൈൻ അതെ, കോസ് അതെ, സീക്ക്, കൊസീക്ക്, കോട്ട്, ടാൻ ഒക്കെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ അതിൽ ടാനിൻ്റെയൊക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. ടാനിൻ്റെ ഗ്രാഫ് പേന എടുക്കാതെ വരയ്ക്കാൻ പറ്റില്ല, പക്ഷേ എന്നിരുന്നാലും അത് കണ്ടിന്യൂസ് ആണ് കേട്ടോ. അവിടെ മാത്രമാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്. നമ്മുടെ ഈ പേന എടുക്കാതെ കണ്ടിന്യൂറ്റി നോക്കുന്ന തിയറത്തിന് ഒരു എക്സെപ്ഷൻ വരുന്നത് ടാനിൻ്റെയൊക്കെ കേസിൽ മാത്രമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞു വെച്ചോ, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് കേട്ടോ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കണം. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിനിലെ ഏത് പോയിൻ്റ് എടുത്താലും അത് ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൊമെയിനിലുള്ള ഒരു ആർബിട്രറി എലമെൻ്റ് എടുക്കുക. ലെറ്റ് സി ബി ആൻ ആർബിട്രറി എലമെൻറ്റ് ഇൻ ദി ഡൊമെയിൻ. ആർബിട്രറി എലമെൻറ്റ് നമ്മൾ കണ്ണടച്ച് ചൂസ് ചെയ്യാന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഡൊമെയിനിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ്. സി ബി ആൻ ആർബിട്രറി എലമെൻറ്റ് ഇൻ ദി ഡൊമെയിൻ. ഇതിൻ്റെ ഡൊമെയിനിലെ ഒരു ആർബിട്രറി എലമെൻറ്റ് എടുത്തു.
ഈ സിയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. അപ്പോൾ സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നോക്കാൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ എക്സ് കാണുന്നിടത്തൊക്കെ സി ഇട്ട് കൊടുക്കുക. അപ്പോൾ സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1. ഇങ്ങനെയാണ് നമുക്ക് സിയിലെ ലിമിറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ എഫ് ഓഫ് സി കാണുക. എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സി ക്യൂബ്, ഈ എഫ് ഓഫ് എക്സിൽ എക്സ് കാണുന്നത് സി ഇട്ട് കൊടുക്കുക. സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1. ഇപ്പോൾ നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും സെയിം ആണ്. അപ്പോൾ ഹിയർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. Therefore, f is continuous at x equal to c. f is continuous at x equal to c. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്. സി നമ്മൾ ആർബിട്രറി ആയിട്ടല്ല എടുത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദി ഡൊമൈൻ. Therefore, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ പെർഫെക്റ്റ് ആയി.